ഹായ് ഹലോ, ഞങ്ങളപ്പോൾ ഹൃദയത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് സാന്ത്വനത്തിന്റെ ഷൂട്ടിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ് ട്രിവാൻഡ്രത്ത്. അപ്പൊ അതിനിടയിൽ ഒരു കുട്ടി ഗ്യാപ്പ് ഉണ്ട്, ഒരു ദിവസം ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാ പിന്നെ ഒന്ന് ലുലുല് പോവാന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രം ലുലു ആക്ച്വലി ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ട്രിവാൻഡ്രം ലുലുല് വരുന്നത്. കാരണം ആക്ച്വലി ഇത്രയും നാളുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. ആക്ച്വലി എനിക്ക് ഓർക്കുമ്പോ തന്നെ ഭയങ്കര ഒരു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും നാളും ഉണ്ടായിട്ട് വരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ലുലുവിന്റെ ഷോപ്പിലാട്ടോ ഞങ്ങൾ കയറിയത്. അവിടെ കുറേ ബാഗ്സ്, ഇതുപോലെ ഹാൻഡ് ബാഗ്സ്, പേഴ്സ് അതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സെക്ഷനിൽ തന്നെ ഫസ്റ്റ് കയറിയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹം, ഒരു ചെറിയൊരു പേഴ്സ് പോലെ വാങ്ങിക്കണം എന്നുള്ളത്. അത് കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും നമ്മൾ ഫംഗ്ഷൻ ഒക്കെ പിടിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഒരു കാഷ്വൽ യൂസ് എന്ന് പറയുമ്പോൾ ഇത് നല്ലതായിരിക്കും എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞേ. നോക്കി എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമായി. അമ്മയ്ക്ക് ആക്ച്വലി കൺഫ്യൂഷൻ കേട്ടോ, വൈറ്റ് വാങ്ങിക്കണോ ബ്ലാക്ക് വാങ്ങിക്കണോ എന്ന്. ഇതിൽ ഏതാ നല്ലത് എന്ന് അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു വൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ബ്രൗണിനെക്കാട്ടും ഇഷ്ടമായത് വൈറ്റാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ ബ്രൗൺ എടുത്തു. ട്രിവാൻഡ്രം ലുലുവിൽ ഇങ്ങനെ വരണം എന്ന് വിചാരിച്ച് കുറെ നാളായിട്ട് ഇരിക്കുന്നേ. അപ്പൊ ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒത്തു വന്നത്. ടീഷർട്സിന് സെക്ഷൻ എന്നൊരു ടീഷർട്ട് എടുക്കാന്ന് വിചാരിച്ചത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വലിയ പ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു 199 റുപ്പീസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ അവിടെ നിന്ന് പറയണ്ടായിരുന്നു വൈറ്റ് തന്നെ എടുക്കല്ലേ, വേറെ കളേഴ്സ് നോക്കാൻ. വേറെ കളേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ ആ വൈറ്റ് ടീഷർട്ട് മാത്രം എടുത്ത് ഞാൻ വീണ്ടും നേരെ എങ്ങോട്ടാ പോണെന്നറിയോ, നമ്മുടെ സ്വന്തം ഫുഡ് കോർട്ടിലേക്ക് കേട്ടോ. അപ്പം ആക്ച്വലി ഈ ഫുഡ് കോർട്ടിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് സബ്വേന്ന് ജസ്റ്റ് ഒരു റാപ്പ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട, ഞാൻ ഡയറ്റിലാണെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഓരോ കടയും കണ്ടപ്പോൾ ഉണ്ടല്ലോ, KFC, അതുപോലെ തന്നെ നോൺ വെജിന്റെയും വെജിന്റെയും വൻ കലവറയായിരുന്നു ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ പിടിച്ചു നിന്നു ഗൈസ്, പിടിച്ചു നിന്നു. പക്ഷെ ഇത് കണ്ടപ്പോ എന്റെ കൺട്രോള് മൊത്തം പോയി. നമ്മുടെ സ്വന്തം പൊറോട്ടയും ബീഫും. അപ്പൊ ഞാൻ വിചാരിച്ചത് പിന്നെ പൊറോട്ടയും ബീഫും ഒരു ലൈം ജ്യൂസും കൂടെ അടിക്കാന്ന് വിചാരിച്ചു. എന്താ സന്തോഷം. എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം എന്താ കഴിക്കാൻ പോണേ? എത്രാമത്തെ പ്രാവശ്യം പാനിപ്പൂരി കഴിക്കല്? പാനിപ്പൂരി കഴിച്ച് മോളെ നിന്റെ പാനിപ്പൂരിയുടെ കൊതി അങ്ങ് തീരോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ഇതാണോ ടേസ്റ്റ്? നമ്മളെ അവിടെ പത്മനാഭസ്വാമിന്റെ അവിടെ കഴിച്ചതാണോ ടേസ്റ്റ്? ഇതാണോ ടേസ്റ്റ്? അല്ല ആ ഇതില്ലേ മുക്കുന്ന. ഇപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഞാനിങ്ങനെ കഴിക്കണം. എന്നിട്ട് ഇപ്പോഴും എന്റെ വായിന്ന് വെള്ളം ഓറുവാണ് ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ പാനിപ്പൂരി. എത്ര കഴിച്ചാലും മടിയാവത്തില്ല. അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് കൊണ്ടൊന്നും ഞാൻ നിർത്തത്തില്ല കേട്ടോ പാനിപ്പൂരി ആണെങ്കിൽ. അവിടെ നിന്ന് ഞാൻ നേരെ വയറൊക്കെ നിറഞ്ഞ ഒരു കോസ്മെറ്റിക്സിന്റെ ഷോപ്പിൽ കയറി കേട്ടോ. ഇങ്ങനെ നെയിൽ പോളിഷ് ഇങ്ങനെ കളറായിട്ട് ഇരിക്കുന്ന കാണുമ്പോഴത്തേനും അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്ന ശീലം എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. ആർക്കൊക്കെ ഉണ്ട് ഈ ഒരു ശീലം? അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എന്തൊക്കെ വാങ്ങിച്ചെന്ന് അറിയോ? ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചു, പിന്നെ പൗഡർ കോമ്പാക്ട്, പിന്നെ കുറച്ച് നെയിൽ പോളിഷ്, അത്രേ ഉള്ളൂ. അവിടുത്തെ കടകളൊക്കെ അടച്ചു തുടങ്ങി കേട്ടോ. ഇനി നേരെ ഹൈപ്പർ മാർക്കറ്റിലും കൂടെ ഒന്ന് കേറണം. അവിടെയും കൂടെ കേറി അർമ്മതിച്ച് കഴിഞ്ഞാൽ സമാധാനവും. അതിപ്പോ എറണാകുളത്തെ ലുലു ആണെങ്കിലും ശരി കേട്ടോ, ഞാൻ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യാത്ത ഒരു സെക്ഷനാണ് ഹൈപ്പർ മാർക്കറ്റ്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടുന്ന് കയറാണ്ട് പോകുന്നവർ വളരെ റെയറാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുറെ ജ്യൂസും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എടുക്കാണ്ട് ഞാൻ നേരെ എങ്ങോട്ടാ പോണെന്നറിയോ? നോണിന്റെ സെക്ഷനിലേക്ക്. ഞാനൊരു നോൺ പ്രിയാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ അത് മീനിന്റെ സെക്ഷനിലൊക്കെ പോയി ഒന്ന് രണ്ട് മീനൊക്കെ വാങ്ങിച്ചായിരുന്നു. നേരെ ഞങ്ങൾ ബീഫിന്റെ സെക്ഷനിലെത്തി കേട്ടോ. അപ്പം ഒരു കുറച്ച് ക്യൂബ് പീസസ് ബീഫ് വാങ്ങിക്കാമെന്നങ്ങ് വിചാരിച്ചു. ഇപ്പോൾ ഷൂട്ടിന് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഫുഡൊക്കെ റൂമിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പോവാണ് പതിവ് കേട്ടോ ലൊക്കേഷനിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഷോപ്പിംഗ് വളരെ അത്യാവശ്യമാണ്.
ഇത് ചിക്കൻ്റെ സെക്ഷനാണ്. ചിക്കൻ പല തരത്തിൽ, അതുപോലെ തന്നെ കാട, അതൊക്കെ പലതരത്തിൽ ഇങ്ങനെ ഗ്രേവിയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്തിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതാ ബീഫ് അമ്മ വാങ്ങിച്ചിട്ടുണ്ട്. നേരെ ഞങ്ങൾ ഇതാ മട്ടൻ്റെ സെക്ഷനിലെത്തി കേട്ടോ. നോക്കിയപ്പോൾ മട്ടൻ്റെ കിഡ്നി, ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുമോ പ്ലീസ്. ഇതാണ് മട്ടൻ്റെ സ്പ്ലീൻ. ഇത് അയൺ കണ്ടന്റ് കൂടാനും ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഒക്കെ കൂടാൻ ഭയങ്കര നല്ലതാട്ടോ. അപ്പോൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ഞങ്ങളത് ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇങ്ങനെ മസാല ഒക്കെ പുരട്ടി വെച്ച്, അവിടെ നിന്ന് എന്തെങ്കിലും റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാന്ന് വെച്ചാൽ അങ്ങനെ ലോളിപോപ്പ് ചിക്കൻ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മാക്സിമം ഒരു 80% ഷട്ടർ ഇട്ട് കഴിഞ്ഞു. നമ്മളെ ലുലു മോൾ ഒന്നിച്ച് പൂട്ടിച്ചിട്ടാണ് നമ്മൾ പോണത്. നോക്കി അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം മനസ്സിലായില്ല, അത് തന്നെ അതിന്റെ പട്ടിഷയൊക്കെയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോൾ ആക്ച്വലി ഫ്രീസറിലേക്ക് ചിക്കൻ കയറ്റാൻ വേണ്ടി പോയതാണേ. അപ്പൊ എനിക്ക് തോന്നി, ഓ എന്റെ ദൈവമേ, ആ ഒരു ഫ്രഷ്നെസ് പോവുമല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്താലോ അമ്മയെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ചോദിച്ചു എന്താ ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ പെപ്പർ ചിക്കൻ, എന്തായാലും നാളെ ലൊക്കേഷനിൽ പോകണ്ടല്ലേ, അപ്പൊ നമുക്കത് അതും കൂടെ കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞേ. എന്തായാലും ഇന്ന് ചെയ്ത് കഴിയുമ്പോ ഞാൻ കുറച്ച് പീസ് ഈസ്ക്കും, എന്നാലും അമ്മേനെ പറഞ്ഞൊന്ന് കൺവിൻസ് ആക്കണ്ടേ. അപ്പൊ അമ്മ പറഞ്ഞു നിനക്ക് എന്താ മോളെ ഇത് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അവിടെ നിന്നുണ്ട് റെഡി ആക്കുന്നുണ്ട് കേട്ടോ പെപ്പർ ചിക്കനുള്ള ബാക്കി സംഭവങ്ങളെല്ലാം. എന്തായി? ഞാൻ ഇങ്ങോട്ട് ചോദിക്കണ്ടേ, എന്തായി? പരിപാടികളൊക്കെ കഴിഞ്ഞാ? വീട്ടിലെ ഫുഡ് അവള് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അത് കാരണം ഞാൻ എന്തെങ്കിലും ഒക്കെ റെഡിയാക്കി അവൾക്ക് കൊണ്ടുപോകും. രാവിലത്തേക്ക് ഉച്ചക്കത്തേക്കും ഒക്കെ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടായിട്ടൊക്കെ. അപ്പൊ ഇന്ന് അവൾക്ക് ചിക്കൻ കറി കഴിക്കണം. ചിക്കൻ കറിയല്ല, ഒരു ചിക്കനും ബ്രൊക്കോളിയും പെപ്പറും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒരു ചെറിയ, ഞാൻ പറയാം, ഒരു ചിക്കൻ സാലഡ്, ബ്രൊക്കോളി സാലഡ്. എന്താ പറയാ, ബ്രൊക്കോളി പെപ്പർ ചിക്കൻ. ബ്രൊക്കോളി പെപ്പർ ചിക്കൻ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് സവാള, പച്ചമുളക്, ഉണക്കമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരട്ടിയതിന് ശേഷം തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി കേട്ടോ. അതിനുശേഷം നമ്മുടെ എല്ലാ പൊടികളും, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പുപൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തു. പിന്നെ നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. അപ്പൊ അമ്മ അത് റെഡിയാക്കുന്നതിന്റെ ഇടയിൽ ഞാനൊരു ബ്രൊക്കോളി കട്ട് ചെയ്ത് ഇതുപോലെ പീസസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ബ്രൊക്കോളി ആയിരുന്നേ. ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഓക്കെയാണ് കേട്ടോ. അപ്പൊ ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അമ്മ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്, ഒരു കപ്പ് വെള്ളം, ജസ്റ്റ് ആ വിസിൽ വരുമ്പോഴത്തേനും ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് 1 2 3 4 4 വിസിൽ റെഡി. പെപ്പർ ചിക്കൻ വിത്ത് ബ്രൊക്കോളി. പിന്നെ നമ്മൾ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ സ്വന്തം കുക്കുംബർ ഞാൻ എന്താ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്രെഡ് പീസും. ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. അപ്പൊ ആക്ച്വലി നമ്മൾ ഇപ്പൊ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ തന്നെ കഴിക്കണം, ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലുള്ളൊരു ക്രേവിങ്സ് എന്താണ് പറയുന്നത്, അല്ലെ നമുക്ക് എന്റെ ഒരു സമാധാനത്തിന്. അതെ, ഇപ്പൊ ഭയങ്കര കോൺഷ്യസ് ആണ്. പക്ഷെ അപ്പൊ ഇവിടെ ചിക്കൻ പിന്നെ എന്നും കഴിക്കില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളു, ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കുള്ളൂ. അതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനല്ലേ, ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കും. അങ്ങനല്ലേ, ഇപ്പൊ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ ജീവിക്കണം, അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഞാനിങ്ങനെ കഴിക്കണോണ്ട് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. ആക്ച്വലി ഞാൻ ഭയങ്കര ഫുഡ് കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണ്. പുറത്തത്തെ ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ആ സാഹചര്യത്തിലൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. എന്റെ മുന്നുള്ള വീഡിയോസിലൊക്കെ കണ്ടാലറിയാം, നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുതിച്ചേറൊക്കെ ആക്കിയിട്ടാണ് ഞാൻ പോവുക. അത്രയ്ക്ക് കോൺഷ്യസ് ആണ്. ചെയ്തിട്ട് കാറിൽ നിന്ന് കഴിക്കും. അതെ, അങ്ങനെ ഭയങ്കര വീട്ടിലെ ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം. പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനൊരു എപ്പോഴെങ്കിലും നമ്മൾ വളരെ റെയറായിട്ട് പുറത്തുനിന്ന് കഴിക്കുന്നത് നല്ല എന്നൊന്നും അതിൽ തീർത്തും പറയണല്ല കേട്ടോ. എനിക്കിഷ്ടം
വീട്ടിലെ ഫുഡാണ്. അവർക്ക് ഇഷ്ടം വീട്ടിലെ ഫുഡാണ്. ഞാൻ ഇച്ചിരി ഓവർ ഹോംലി ആണ്, കുറച്ച് ഹോം സിക്നെസ് കൂടുതലുള്ള കൂട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വേഗം കഴിച്ചിട്ട് വേഗം കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. നാളെ ഷൂട്ടുള്ളതാണ്. ബൈ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. ബൈ.